സമൂഹം ആഗ്രഹിച്ച ഒരു വിധിയല്ല ഇന്ന് വന്നത് എന്നത് കാരണം അങ്ങനെയാണ് ഈ കേസിന്റെ ഫാക്ട്സ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹം ആകെ ഈ കേസിലൊരു മാക്സിമം പണിഷ്മെന്റായ ലൈഫ് ഇംപ്രിസൺമെന്റ് ഈ കേസിൽ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരെ, അങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ, അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാനൊന്നും ആർക്കും അവകാശമില്ല. അങ്ങനെ നമ്മുടെ സമൂഹം, കാരണം ഇത് കേരളത്തിലെ സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നില്ല 956 കേരളം നിലവിൽ വന്നതിന് ശേഷം ഇത്തരം സെൻസേഷണൽ എന്ന വാക്കിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥം മറ്റ് സെൻസേഷൻ പോലെ അല്ല. കാരണം ഇതിൽ ഒരു അതിജീവിതയുണ്ട്, അതിജീവിത അനുഭവിച്ച നൊമ്പരമുണ്ട്. ആ അതിജീവിതയെ കേരളത്തിലെ ഓരോ മലയാളിക്കും അറിയാവുന്ന അതിജീവിതയാണ്. അവരെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ സിനിമാ കഥകളെ പോലും വെല്ലുന്ന ട്വിസ്റ്റോടെ ഒരു കേസ് വരികയും ആ കേസിലെ ഒരു പ്രതിയായി കേരളത്തിൻ്റെ പൊതുധാരയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചലച്ചിത്ര നടൻ വരികയും ഒക്കെ ചെയ്ത കാരണങ്ങൾ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ റീസൺസ്, ഒരു കാരണങ്ങൾ കൊണ്ടല്ല, മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ട് അനിതര സാധാരണമായ ഒരു കേസായി ഈ കേസ് മാറുകയും ആ കേസിന്റെ വിചാരണയിൽ ഉടനീളമുണ്ടായിരിക്കുന്ന പല സംഭവ വികാസങ്ങളും പല ട്വിസ്റ്റുകളും അതിലേറ്റവും പ്രധാനപ്പെട്ടത് 3 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ നിന്ന് രാജിവെച്ചു എന്നുള്ളതാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. കാരണം എല്ലാ കേസുകളും പ്രോസിക്യൂഷൻ നയിക്കേണ്ട സ്റ്റേറ്റ് ആണ്. എവരി പ്രോസിക്യൂഷൻ ഹാസ് ടു ബി കണ്ടക്ടഡ് ബൈ എ പ്രോസിക്യൂട്ടർ. അപ്പോൾ സ്റ്റേറ്റ് പോലീസാണ്. അപ്പോൾ ഈ ചില കേസുകളിൽ, പ്രാധാന്യമുള്ള കേസുകളിൽ ഗവൺമെന്റ് ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമുള്ളവരാണ്. ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ഈ കേസ് രാജിവെച്ച സംഭവം നമ്മൾ ഉണ്ടായി. അപ്പോൾ അതിജീവിത തന്നെ ഈ കേസിന്റെ വിചാരണയുടെ ഇടയിൽ പരാതിയുമായി സുപ്രീം കോടതി വരെ പോകേണ്ട അവസ്ഥയുണ്ടായി. ഇതെല്ലാം സാധാരണ സംഭവങ്ങളല്ല. അങ്ങനെയുള്ള പല അങ്ങ് മുന്നോട്ട് വെച്ച പോയിന്റുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഈ കേസ് സെൻസേഷണൽ ആവാനുള്ള കാരണം ഇതിലൊരു സിനിമാ നടി ഉൾപ്പെട്ടതുകൊണ്ടും പ്രതിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ഉള്ളതുകൊണ്ട് മാത്രമല്ലല്ലോ. അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയ പ്രോസിക്യൂഷന്റെ അബ്രപ്റ്റ് ആയിട്ടുള്ള പിന്മാറ്റം, തൊണ്ടി മുതൽ പിടിച്ചെടുക്കാൻ വേണ്ടി പോലീസിന് കോടതി കയറേണ്ടി വരുന്ന സാഹചര്യം, ആ തൊണ്ടി മുതൽ പ്രതി തന്നെ ഒരു സ്വകാര്യ ഫോറൻസിക് സ്ഥാപനത്തിൽ കൊണ്ടുപോയി തെളിവ് നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ ജനങ്ങളുടെ കൺമുമ്പിൽ ഒരു കേസ് അട്ടിമറിക്കപ്പെടുന്നതിന് ജനങ്ങൾ സാക്ഷിയാണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പബ്ലിക് ഔട്ട്ക്രൈ ഇക്കാര്യത്തിൽ ഉണ്ടായി. അത് സെൻസേഷണലായി എന്നല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ, ഞാൻ അതൊന്നും വിവരിച്ച് പറഞ്ഞില്ല എന്ന് മാത്രം, അങ്ങനെ ഒട്ടനവധി സംഭവ വികാസങ്ങൾ ഈ കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് തന്നെയാണ് ഈ കേസ് ഇത്രയേറെ ശ്രദ്ധയാകർഷിക്കാനും ജനങ്ങളാകെ ഏറ്റെടുക്കുവാനും ഒക്കെ ഉള്ള ഒരു കാരണം. പക്ഷെ അതിന്റെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നു. ആ വിധിയെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അതിനെ അപ്പീൽ കൊടുക്കും. കാരണം നമുക്കറിയാം നമ്മുടെ ഒരു നിയമവ്യവസ്ഥയെ നമ്മളെല്ലാം അംഗീകരിക്കാൻ തയ്യാറാകണം. പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലുള്ള അഭിഭാഷകർ, ഈ രംഗത്ത് നിൽക്കുന്നവർ ആ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചില്ലെങ്കിൽ മറ്റാരംഗീകരിക്കും? അപ്പോൾ നിയമം ആകാശം ഇടിഞ്ഞു വീണാലും ലെറ്റ് ജസ്റ്റിസ് ബി ഡൺ ദോ ഹെവൻ ഷുഡ് ഫാൾ എന്നുള്ളതാണ് ആപ്തവാക്യം. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാക്കപ്പെടണം. അതാണ് ജസ്റ്റിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനെ നയിക്കുന്ന, എന്താ പറയുന്ന, ജസ്റ്റിസിന്റെ വഴിത്താരയിൽ വഴിവിളക്ക് പോലെ നയിക്കുന്ന ഏറ്റവും വലിയ ആപ്തവാക്യം. അപ്പൊ ആകാശം ഇടിഞ്ഞു വീണാലും നിയമവും നീതിയും ഒക്കെ നടപ്പാക്കപ്പെടണം. അതിന് ഒരു കോടതി മാത്രമൊന്നുമല്ല ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു കോടതി മതിയല്ലോ. ഇവിടെ ജൂറി സിസ്റ്റവുമല്ല. എത്രയോ കേസുകളുണ്ട്. വധശിക്ഷയ്ക്ക് വിധിച്ച് വിചാരണ കോടതി വിധിച്ച പ്രതികളെ വെറുതെ വിട്ട അനുഭവം വരെ നമുക്കില്ലേ സുപ്രീം കോടതി? അപ്പോൾ ഇതൊക്കെ സുപ്രീം കോടതിയിൽ തീർച്ചയായിട്ടും ഈ ശിക്ഷ കുറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ പ്രതിയെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. ആ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെ നിയമ പോരാട്ടം ഈ കേസിൽ തുടരുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി.